ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 11ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2010-15 കാലഘട്ടത്തിൽ ബാംഗ്ലൂര് ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനത്തിനായിരുന്ന അവസരത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൈദികൻ തൻ്റെ വീട്ടിലെ വിഷയങ്ങൾ പലപ്പോഴും പങ്കുവെക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ബാംഗ്ലൂർ തന്നെയായിരുന്നു. വീട്ടിലെ മാതാപിതാക്കള്, സഹോദരങ്ങള്, പിന്നെ കല്യാണം കഴിച്ചു വിട്ട സഹോദരിമാരുടെ കുടുംബങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹം പങ്കുവെച്ചതിനകത്ത് ശ്രദ്ധിച്ചു. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, അച്ഛാ എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ വരാമോ ഒരു ഞായറാഴ്ച? ഞാൻ പറഞ്ഞു, അച്ഛാ ഇവിടെ എനിക്ക് ശുശ്രൂഷയുടെ നിയോഗം അഭിനന്ദ പിതാവ് തന്നിട്ടില്ല, പഠനത്തിൻ്റെ നിയോഗമാണല്ലോ. പക്ഷെ അദ്ദേഹം പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ്റെ അവിടുത്തെ വികാരിച്ചൻ്റെ അനുവാദം മേടിച്ചിട്ട് ആണെങ്കിൽ ഞാൻ വന്ന് വീടൊന്ന് വെഞ്ചരിക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരിക്കൽ ഞാൻ ആ വീട്ടിൽ ചെന്നു. അച്ഛനെ സഹോദരിമാരെല്ലാം വിളിച്ചു വരുത്തി അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ ചെന്ന് എല്ലാവരോടും സംസാരിച്ചിട്ട് പ്രാർത്ഥന ആരംഭിക്കാനായിട്ട് തിരുവസ്ത്രമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ വികാരിച്ചനെ കണ്ട് അനുവാദം വാങ്ങിച്ചിരുന്നല്ലോ അല്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ സോറി കേട്ടോ, ചെന്നിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ വാങ്ങിച്ചോളാം അച്ഛാ, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, അടുത്ത സുഹൃത്താണ്, അനുവാദം മേടിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിക്കണം. അങ്ങനെ അന്ന് പ്രാർത്ഥന നടത്തി വീട് വെഞ്ചരിച്ചു. ഞാൻ നല്ലൊരു ഉള്ളു ചേർത്ത് പ്രാർത്ഥിച്ച് തലയ്ക്ക് പിടിച്ചൊക്കെ പ്രാർത്ഥിച്ച് ബഹിഷ്കരണ ശുശ്രൂഷ നടത്തി തിരിച്ചു പോന്നു. പക്ഷെ അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തോ ഇങ്ങനെ തിരിഞ്ഞും കിടന്നിട്ട് ഉറങ്ങാൻ സാധിക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ്. പിറ്റേ ദിവസം ഞാൻ പഠിക്കാനിരുന്നപ്പോഴും ഈ ഉറക്കം ചടവ് കാരണം പഠനം ശരിയാകുന്നില്ല. ചിലപ്പോൾ അത് സംഭവിക്കാവുന്നതാണല്ലോ. രണ്ടാമത്തെ രാത്രിയിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മൂന്നാമത്തെ രാത്രി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ എന്നെ കട്ടിലെ കിടന്ന് ഉറങ്ങാൻ പറ്റാതെ രാത്രി 10 മണി സമയത്ത് ഇങ്ങനെ കിടന്ന് ഞാൻ ചിന്തിക്ക് എന്ത് പറ്റി. പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന് അച്ഛനെ വിളിച്ച് ചോദിക്കാം, വികാരിച്ചനെ കണ്ട് അനുവാദം ചോദിച്ചിരുന്നു, അനുവാദം മേടിച്ചോ, പറഞ്ഞിരുന്നോ? അച്ഛനെ വിളിച്ചു. അപ്പോഴേ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഒന്ന് ശ്രമിച്ചായിരുന്നു, പക്ഷെ പിന്നെ നടന്നിട്ട് പിന്നെ കാര്യം വിട്ടുപോയച്ചാ, ഞാൻ ഇപ്പം തന്നെ വിളിച്ചോളാം. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് 3 ദിവസം ഇത് 3ാമത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, അച്ഛൻ എത്രയും പോയി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബിഷപ്പിനെ വിളിച്ചു, മാർ ജോസഫ് കറങ്ങിയാട്ട് പാലായിൽ ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിതാവ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ പോയി, ഈ സാഹചര്യം ഇതാണ്, പക്ഷെ എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, എനിക്ക് വേണ്ടി പിതാവ് ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാനിവിടെ മുട്ടുകൊത്ത് നിൽക്കുകയാണെന്ന് പറയാം. മുട്ടുകൊത്ത് നിന്നു. പിതാവ് വളരെ കാര്യം മനസ്സിലാക്കിയിട്ട് ഫോണിലൂടെ എനിക്ക് വേണ്ടി ഏതാനും നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ടൊരു ആശീർവാദം തന്നു. എനിക്കത് ഉറങ്ങാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങൾ, ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രത്യേകിച്ചും തിന്മയുടെ സാന്നിധ്യങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടൊരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കാര്യമായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഞെരുക്കം ഉണ്ടാകുമോ? നമുക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞെരുക്കം ഉണ്ടാവാം എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, പക്ഷെ എടുക്കേണ്ട കാര്യത്തിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിശാചുകളെ ബഹിഷ്കരിച്ച ചില യഹൂദര് ഈശോയുടെ നാമം അശുദ്ധാത്മാക്കളെ പ്രയോഗിച്ചു നോക്കി. എന്നിട്ട് അവിടെ എടുത്തു പറയുന്നൊരു സംഭവം നമുക്ക് പരിചിതമാണ്. സ്കേബയുടെ 7 പുത്രന്മാർ ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നു. ആ 7 പുത്രന്മാർ പക്ഷേ അവർക്ക് ദുരനുഭവം ഉണ്ടായി. ഒരു അശുദ്ധാത്മാവിനെ ഇങ്ങനെ ഈശോയുടെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാൻ ഇറക്കിവിടാൻ നോക്കുമ്പോൾ അശുദ്ധാത്മാവ് തിരിച്ചടിക്കുകയാണ്. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, നിങ്ങൾ ആരാ? എന്നിട്ട് അവര് ആക്രമിക്കപ്പെട്ട് മുറിവേറ്റ് നഗ്നരായി ഭയന്ന വീട്ടിൽ നിന്നിറങ്ങി പരസ്യമായിട്ട് ഓടേണ്ടി വന്നു. അങ്ങനെ ഈശോയുടെ നാമത്തെക്കുറിച്ചും ഈ ശുശ്രൂഷയെക്കുറിച്ചും വലിയ ഭയം ആ പ്രദേശത്തെല്ലാം ഉണ്ടായി എന്ന് അപ്പോസ്തല പ്രവർത്തനം 19ാമത്തെ അധ്യായത്തിൽ 13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരമുണ്ട് പിശാചുക്കളുടെ മേല്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 17ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവർ കൂടെ അടയാളം ഉണ്ടായിരിക്കും, അവൻ്റെ അതിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, വിശ്വസിക്കുന്നവരാരാ? വിശ്വാസത്തിലേക്ക് വന്ന മാമോദിസ മുങ്ങിയ ഏതൊരു വ്യക്തിയും അതിൽ തന്നെ സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ് ഈ അധികാരം. എങ്കിൽ പോലും വിശ്വസിക്കുന്നവരെ കുറിച്ച് വചനം പിന്നീട് പറയുന്ന ചില വിശദാവശ്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണല്ലോ വിശ്വാസികളുടെ സമൂഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വായിക്കുക. 4ാമത്തെ അധ്യായത്തിൽ 32ാം വാക്യം നമുക്കറിയാം, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു.
ഈ ഒരു ഹൃദയം ഒരു ആത്മാവ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ആ ഒരു ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവം? അത് സഭയുടെ കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, 44-ാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമായി. ഈ ഒറ്റ സമൂഹമായിരിക്കുന്നതിൻ്റെ അനുഭവം എന്താണെന്ന് വീണ്ടും 46-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം ഒരുമിച്ച് കൂടിയിരുന്നു. ഏക മനസ്സോടെ ഒറ്റ സമൂഹമായി. അങ്ങനെയുള്ള അവരുടെ കൂട്ടത്തിൻ്റെ മറ്റു പ്രത്യേക 42-ാം വാക്യം പറയുന്നുണ്ട്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം നീങ്ങിയിരുന്നു. അപ്പൊ ഈ ഒരു ഒരുമിച്ചായിരിക്കുന്ന ഒരു അനുഭവം വിശ്വാസികൾക്ക് ഒരു മസ്റ്റായിട്ട് ഉണ്ടാവേണ്ടതാണ്. 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുന്ന കർത്താവ് അവരുടെ ഗണത്തിന് പ്രതികാരം ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വിശ്വാസികളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ സമൂഹമല്ല. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന് ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഒരു സൂചനയും ഒരു മുന്നറിയിപ്പും അവർക്ക് വരാവുന്ന അപകടത്തെ കുറിച്ചുള്ളതും വായിക്കുന്നുണ്ട്. മത്തായി 7:22 വാക്യം, അന്ന് പലരും എന്നോട് ചോദിച്ചു, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കി നിന്റെ നാമത്തിൽ ഇതിലും അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അന്യത്തിൽ പ്രവർത്തിക്കുന്നതിൽ അകന്നു പോകുവിൻ. പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്ന വ്യക്തികള് സഭയുടെ കൂട്ടായ്മയിലേക്ക് ചേർന്ന് വരുന്നില്ല എങ്കിൽ അവര് അന്ത്യനാളില് ദൈവത്താൽ പോലും ഈശോയാൽ പോലും തിരസ്കൃതരാകും. സൂചന എവിടെയുണ്ട്. അതിന് ഉപരിയായിട്ട് നമ്മൾ അപ്പോസ്തലർ 19 കണ്ടതുപോലെ പൈശാചിക ആത്മാക്കളാൽ ആക്രമിക്കപ്പെടുന്ന അനുഭവം വരാം. അപ്പോൾ മത്തായി 16-17 പറയുന്ന പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അനുഭവം, ശുശ്രൂഷയുടെ ദൗത്യം നമുക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്നത് ഒറ്റയ്ക്ക് തോന്നുന്നപടി ഉപയോഗിക്കാനുള്ളതല്ല. അത് വിശ്വാസികളുടെ സമൂഹം ഒന്നായിരിക്കും, സഭ കൂട്ടായ്മ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ്. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ 15 വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ് നേരത്തെ. എൻ്റെ ആളുകളെ നീ മേയ്ക്കുക എന്ന് അപ്പോസ്തലൻ പത്രോസിനോട് ഈശോ പറയുന്നു. എന്നുവെച്ചാൽ സഭയെ, ദൈവജനത്തെ നയിക്കാനും ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല സഭയുടെ അംഗങ്ങളായിരുന്നു കൊണ്ടാണ്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളത് അനുഭവിക്കേണ്ടതും. ഈ ഒരു സംരക്ഷണം നമ്മൾ സഭയുടെ കൂട്ടായ്മ വഴിയായിട്ട് സ്വന്തമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ബിഷപ്പിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബിഷപ്പിൻ്റെ ആശീർവാദം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചും കൊണ്ടാണ് പ്രത്യേകിച്ച് ബഹിഷ്കരണ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നത്. അതില്ലാതെ പെരുമാറിയപ്പോഴുള്ള ഒരു അനുഭവം ഞാൻ ബൈബിളിൽ തന്നെ അവർ പങ്കുവെക്കുകയും ചെയ്തല്ലോ. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ സഭയിലെ ഇടവകയിലായാലും ഒരു ധ്യാന കേന്ദ്രത്തിലായാലും ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഭ വഴിയുള്ള പൗരോഹിത്യ സംരക്ഷണം നമ്മൾ പ്രത്യേകമായ രീതിയിൽ എടുക്കാനായിട്ട് ജാഗ്രത എടുക്കണം. ഞാൻ ആയിരിക്കുന്ന ശുശ്രൂഷ കേന്ദ്രത്തിൽ എന്നോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശുശ്രൂഷ ആരംഭത്തിലും അവസാനത്തിലും ശിരസിൽ കൈവച്ച് കുരിശിൻ്റെ മുദ്ര പതിച്ചുകൊണ്ട് ആ സംരക്ഷണം ഞാൻ കൊടുക്കാറുണ്ട്, അവർ അറിഞ്ഞെടുക്കാറുമുണ്ട്. നമ്മളായിരിക്കുന്ന ഇടവകയിലും ശുശ്രൂഷ കേന്ദ്രത്തിലുമൊക്കെ ഇപ്രകാരം സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.